എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബംഗാളിൽ ഒരു പുതിയ ചരിത്രം പിറന്നിരിക്കുകയാണ്. ബംഗാളിൻ്റെ ചരിത്രത്തിലെ 9ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് സുവേന്ദു അധികാരി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗവർണർ ആർ രവിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അപ്പോൾ സുവേന്ദു അധികാരി ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് വന്നത് തന്നെ കാഷായ വസ്ത്രം ധരിച്ചാണ്. അപ്പോൾ ഇത് തന്നെ ഒരു ക്ലിയർ മെസ്സേജാണ്. അതായത് ഇനി ബംഗാൾ ഉത്തർപ്രദേശും രാജസ്ഥാനും മധ്യപ്രദേശൊക്കെ പോലെ കാവിക്കോട്ടയായിട്ട് അറിയപ്പെടാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് ബംഗാളിനൊരു പുതിയ ചരിത്രം പിറക്കാൻ പോവുകയാണ്. അത് തന്നെയാണ് ഈ വരാൻ പോകുന്ന ദേശീയ രാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പേരായിരിക്കും സുവേന്ദു അധികാരി. അപ്പോൾ ഈ സുവേന്ദു അധികാരി ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്നത് ഒരു വലിയ താരനിരയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ടായിരുന്നു, അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റാർ ക്യാമ്പയിനറായ ഉത്തർപ്രദേശിൻ്റെ ഭാവി പ്രധാനമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ വലിയ താരനിരയായിരുന്നു ആ സ്റ്റേജിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞിട്ട് സൈൻ ചെയ്തിട്ട് നേരെ ചെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തായിരുന്നു. കാൽതൊട്ട് വന്ദിച്ചു, അമിത്ഷായെ കണ്ടു. പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ചുവന്ന ഷാല് ഈ സുവേന്ദു അധികാരിനെ അണിയിച്ചു. അപ്പോൾ വലിയ രീതിയിലായിരുന്നു വേദിയിൽ നിന്ന് കയ്യടി ഉണ്ടായിരുന്നു. അത് തന്നെയുണ്ടല്ലോ അതന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഉത്തർപ്രദേശിൽ എന്താണോ ചെയ്യുന്നത് ഒരു ട്രാൻസ്പോർട്ട് എന്ന രീതിയിലെ ഒരു കാര്യങ്ങൾ യോഗി എന്താണോ ചെയ്യുന്നത് അതൊക്കെ ഇവിടെ നടക്കുന്നില്ല. ഒരു ക്ലിയർ മെസ്സേജ് തന്നെയാണ് യോഗി ആ ചുവന്ന ഷാല് സുവേന്ദു അധികാരി അണിയിച്ചിരുന്നു പുറത്തു വന്നത്. അപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആദ്യം ഒപ്പുവെച്ചത് രണ്ട് കാര്യങ്ങളാണ്. അതായത് ബംഗാളിൻ്റെ സുരക്ഷയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ബംഗ്ലാദേശ് ബോർഡറിൽ ഏകദേശം 600ഓളം കിലോമീറ്റർ സൈന്യത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ ഫെൻസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ 12 വർഷമായിട്ട് അത് നരേന്ദ്രമോദി 2014 തൊട്ട് അധികാരത്തിലേറി അന്ന് തൊട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അതിർത്തിയിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഫെൻസിങ് നടത്താൻ വേണ്ടി. പക്ഷേ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി ഈ മമതാ ബാനർജിയാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയത്. അപ്പോൾ സൈന്യത്തിന് സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇന്ന് ആദ്യം സുവേന്ദു അധികാരി ഒപ്പുവെച്ച ഒരു കാര്യം. പിന്നെ മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് വെച്ചാൽ ബംഗാളിലെ ജനങ്ങളെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഏകദേശം 90ഓളം ഗുണ്ടകളെ എൻകൗണ്ടറിൽ തീർക്കാനുള്ള ഇതിലും സൈൻ ചെയ്തു എന്നുള്ള അൺഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന് വേണ്ടി തന്നെയാണ് യോഗിയുടെ റൈറ്റ് ഹാൻഡായ കഴിഞ്ഞ 10 വർഷമായിട്ട് ഏകദേശം 8 വർഷത്തോളമായിട്ട് ഉത്തർപ്രദേശിൽ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന അജയ് പാൽ ശർമ്മ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെ 5 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ ബംഗാളിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ ഇലക്ഷൻ ചീഫ് ഒബ്സർവറായിട്ട് നിയമിച്ചത് ഈ അജയ് പാൽ ശർമ്മയാണ്. നമുക്കറിയാം ഈ ജഹാംഗീർ ഖാൻ എന്ന് പറയുന്ന മമതയുടെ റൈറ്റ് ഹാൻഡ് ജിഹാദി ഗുണ്ടയുടെ വീട്ടിൽ ചെന്നിട്ട് വലിയ രീതിയിൽ അവൻ്റെ സ്ഥലം എല്ലാം സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയൊക്കെ വലിയ വൈറലാണ്. ഈ അജയ് പാൽ ശർമ്മ ജഹാംഗീർ ഖാൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയാണ്, അയൽക്കാരുടെയൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ ഇയാളെ കണ്ടോ, അതേ ഈ സുഡാപ്പി ഒളിവിൽ പോയിരിക്കുകയാണ്. അപ്പോൾ കിട്ടുമ്പോൾ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അറിയിക്കണം. അപ്പോൾ സൈന്യത്തിൻ്റെ നമ്പർ വരെ ഓരോ ആൾക്കാർക്കും കൊടുത്തിട്ടാണ് സൈന്യം അവിടുന്ന് പോയത്. എന്ത് തന്നെയായാലും ഇതൊരു ക്ലിയർ മെസ്സേജാണ്. അതായത് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി പൊളിറ്റിക്സിൽ നമുക്ക് ഇവിടെയൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പേര് മാത്രമേ ഉണ്ടാവൂ, സുവേന്ദു അധികാരിയായിരിക്കും. ഇത് യോഗിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ഭരണാധികാരിയായിരിക്കും സുവേന്ദു അധികാരി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ആ ശരീരഭാഷയൊക്കെ കണ്ടോ, ഇത്രയും ഇയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. യോഗിക്കും ഹിമന്ത ബിശ്വ ശർമ്മക്കും മുകളിൽ നിൽക്കും. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് വെച്ചാൽ അന്യായമായ സ്കോറിംഗ് ആണ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പക്ക പേരെടുത്ത് തന്നെ, അതായത് ജാതി മതം പറഞ്ഞിട്ട് തന്നെ ജിഹാദികൾ തന്നെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ അതിക്ക് മേലെ നിൽക്കുന്ന ഒരു ബോഡി ലാംഗ്വേജാണ് ഈ സുവേന്ദു അധികാരിയുടെ. ആ ഡിറ്റർമിനേഷൻ, അദ്ദേഹത്തിൻ്റെ ആ മുഖത്തിൻ്റെ ഡിറ്റർമിനേഷൻ. കഴിഞ്ഞ ദിവസം ചന്ദ്രനാഥ് രഥ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ചീഫ് PA വെടിവെച്ച് വന്നില്ല ജിഹാദികളൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ണുനീര് ഒരുപാട് നേരം കരയുന്നുണ്ടായിരുന്നു അദ്ദേഹം. കരഞ്ഞതിന് ശേഷം പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ബോഡി ലാംഗ്വേജിൽ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. ആ സ്പാർക്ക് തന്നെയാണ് ഇന്നിവിടെ കണ്ടത്. അതായത് ഏകദേശം 90ഓളം ഗുണ്ടകൾ ഫസ്റ്റ് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ 90 പേരും എൻകൗണ്ടർ തീർക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് രാജ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്, രാജ്യസുരക്ഷ മുൻനിർത്തി തന്നെയാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾ ഈ BJPക്ക് വോട്ട് ചെയ്ത് അധികാരത്തിലേറി. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഏകദേശം 30-35 വർഷത്തോളം CPM ഭരിച്ച് അവിടെ കട്ടുമിടിച്ച് കുത്തുപാള എടുപ്പിച്ചു. അതിനുശേഷമാണ് 15 വർഷം മമതാ ബാനർജി വരുന്നു. ഇവിടെ മമതാ ബാനർജിയുടെ അണ്ടറിൽ നടക്കാത്ത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളില്ല. എല്ലാത്തിനും ഇവരൊക്കെ ഈ മമതാ ബാനർജി ഭരിക്കുമെന്നതിന് ഏകദേശം തൃണമൂലിൻ്റെ 5ഓളം മന്ത്രിമാരാണ് ജയിലിൽ പോയത്. ഇനിയിപ്പം കണ്ടോ, സുവേന്ദു അധികാരി തന്നെ പറഞ്ഞിട്ടുണ്ട്, പഴയ കേസുകളെല്ലാം ഞങ്ങൾ ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പ് എല്ലാം അവിടെ നടന്ന കുത്തിയ അഴിമതികളൊക്കെ തൃണമൂലിൻ്റെ ഗുണ്ടകൾ കാട്ടിക്കൂട്ടിയ ഇത് എല്ലാം കുത്തിപ്പൊക്കുകയാണ്. എല്ലാ കേസും അതിനുവേണ്ടി തന്നെയാണ് അജയ് പാൽ ശർമ്മയും അങ്ങനത്തെ എൻകൗണ്ടർ ടീമിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്.
ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊന്നും പിടിച്ച് ജയിലിലിടാനുള്ള സുവേന്ദു അധികാരി അവിടെ എന്താ പറയുക, പുള്ളിയുടെ ഉദ്ദേശം തന്നെ അതല്ല. ഇത്തരം ഗുണ്ടകളെ തീർക്കുക, അതായത് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും, സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും ഇവിടെയും സുവേന്ദു അധികാരി കൊണ്ടുവരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ യോഗി 2017 ഉത്തർപ്രദേശിൻ്റെ ഭരണത്തിൻ്റെ തലപ്പത്തേക്ക് വരുമ്പോഴുണ്ടല്ലോ, എത്രയോ വർഷം ഇവർ ഭരിച്ച് കട്ടുമുടിച്ച് അവരുടെ ഗുണ്ടാരാജ്യമായിരുന്നു. ഏകദേശം 25 കോടി ജനങ്ങളുള്ള വലിയൊരു സംസ്ഥാനമാണ് ഈ യു പിയിൽ എന്ന് വെച്ചാൽ പകൽ സമയത്ത് പോലും സ്ത്രീകൾക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രക്കും ദയനീയമായ അവസ്ഥയിൽ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉത്തർപ്രദേശ് ഉണ്ടായിരുന്നു. പക്ഷേ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ 3 വർഷം കൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് എല്ലാ ഗുണ്ടകളെയും തട്ടി. ആരും പിടിച്ച് ജയിലിട്ടില്ല. അതായത് ഒരു മീഡിയം ടൈപ്പ് ഗുണ്ടകളൊക്കെ അവരുടെ കീഴടങ്ങാൻ പറഞ്ഞു. 90 ദിവസം കൊണ്ട് കീഴടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഉപാധി മാർഗ്ഗം സർക്കാർ ചെയ്ത് കൊടുക്കുമെന്നാണ് അന്ന് യോഗി പറഞ്ഞത്. അപ്പോൾ ടോപ്പ് ലെവലിൽ ടോപ്പ് ടയറിലെ ഗുണ്ടകളൊക്കെ എൻകൗണ്ടറിൽ തീർത്തു. ഏകദേശം 230ഓളം ഗുണ്ടകളാണ് യോഗി അവിടെ തീർത്തത്. ആ ഫസ്റ്റ് 3 ഇയർ UP പക്കാ ക്ലീനാക്കി. പിന്നീടാണ് അവിടെ വലിയ വലിയ ഡെവലപ്മെൻറ്റ് വരുന്നത്. എന്താ പറയേണ്ടത്, സാംസങ് ആയാലും ആപ്പിളിൻ്റെ ആയാലും അങ്ങനെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉത്തർപ്രദേശിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമാണ്. സമാനമായ ഒരു സാഹചര്യമാണ് ബംഗാളിൽ ഉണ്ടാകാൻ പോകുന്നത്. അതായത് കണ്ടോ, ഫ്രം ഡേ 1 തൊട്ടിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം, ഒരുത്തരും വെറുതെ വിടാൻ പോകുന്നില്ല. അത് ആരും പിടിച്ച് ജയിലിടാൻ ഈ സുവേന്ദു അധികാരി ഉദ്ദേശിക്കുന്നില്ല. എല്ലാത്തിനും, അതായത് മിട്ടിമേ ഡാലുങ്ക എന്ന് മറ്റേ യോഗി ആദിത്യനാഥ് UP അസംബ്ലിയിൽ പറഞ്ഞില്ലേ, അതിക്കും മേലെയായിരിക്കും ഈ സുവേന്ദു അധികാരി പറഞ്ഞത്. പക്ഷേ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം തന്നെ എല്ലാവരും ഒരു മീഡിയയ്ക്ക് ഒരു ബൈറ്റ് കൊടുത്തിരുന്നു അദ്ദേഹം. അതായത് എനിക്ക് വോട്ട് ചെയ്തത് ഹിന്ദുക്കൾ മാത്രമാണ്, ഒറ്റ മുസ്ലിം പോലും എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ ഭരണം ഹിന്ദുക്കൾക്ക് വേണ്ടിയായിരിക്കും പറയുമ്പോൾ തന്നെയുണ്ടല്ലോ, അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷൻ എന്താണെന്ന് ആ ബോഡി ലാംഗ്വേജ് തന്നെ മനസ്സിലാവും. എന്തിനായാലും രാജ്യം ഇനി ഏറെ ചർച്ച ചെയ്യാൻ പോകുന്ന പേര് യോഗി ആദിത്യനാഥിൻ്റെ കൂടെയും ഹിമന്ത വിശ്വ ശർമ്മയുടെ കൂടെയും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേരായിരിക്കും സുവേന്ദു അധികാരിയുടെ. അപ്പോൾ അത്രക്കും ടാസ്ക് ഉണ്ട്. അതായത് ഞാൻ പറയില്ല, 50 വർഷമാണ് ബംഗാളിലെ ജനതയ്ക്ക് നഷ്ടമായത്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്ന കാശ് ഒഴുകുന്ന സ്ഥലമായിരുന്നു ഈ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലം. ഈ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഹെഡ് ഓഫീസും കൂടിയായിരുന്നു ഒരു കാലത്തൊക്കെ. രവീന്ദ്രനാഥ് ടാഗോർ, അങ്ങനെ വിവേകാനന്ദ, അങ്ങനെ പല ആൾക്കാരും ജന്മം കൊടുത്ത വളരെ പവിത്രമായൊരു മണ്ണാണ് കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഈ തെണ്ടികൾ ഭരിച്ച് ഇല്ലാതാക്കിയത്. അപ്പോൾ എന്തിനായാലും ഇനി വലിയ ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. നേരത്തെ യോഗിക്ക് ഉത്തർപ്രദേശിൽ ഉണ്ടായതിനെക്കാട്ടിയും അതിലപ്പുറത്തെ ടാസ്ക്കാണ് സുവേന്ദു അധികാരിനെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, യോഗി കാണിച്ചു കൊടുത്തു ഒരു സംസ്ഥാനം എങ്ങനെയാണ് നേരെയേണ്ടത്. ആദ്യം അവിടെ ക്രമസമാധാനം കൊണ്ടുവരിക. എല്ലാവർക്കും ഇവിടെ സേഫാണ്, ഇൻവെസ്റ്റേഴ്സ് വരണമെങ്കിൽ ഇവിടെ സേഫാണ്, ഗുണ്ടായിസമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നണം ഇൻവെസ്റ്റേഴ്സിന്. അതിന് വേണ്ടത് എന്താണെന്നറിയാം, ഈ ഗുണ്ടകളൊക്കെ അടിച്ചമർത്തി ഇല്ലാതാക്കുക. അതായത് അങ്ങനത്തെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ മാത്രമേ അവിടെ വലിയ രീതിയിൽ വികസനം ഉണ്ടാകൂ, ജോലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അത് തന്നെയാണ് ആ ഹിമാലയൻ ടാസ്ക്കാണ്. എന്താ പറയുക, വളരെ പെട്ടെന്ന് തന്നെ ഉത്തർപ്രദേശിൽ യോഗി 2-3 വർഷം എടുത്തെങ്കിൽ സുവേന്ദു അധികാരി ആദ്യത്തെ വർഷം തന്നെ ഇന്ന് ഡേ 1 തൊട്ട് തന്നെയാണ് അദ്ദേഹം ഒരു ക്ലൻസിങ് പ്രോസസ്സിന് തുടക്കമിട്ടിരിക്കുകയാണ്. 90 ഗുണ്ടകൾ നിങ്ങൾ എഴുതി വെച്ചോ, ഓരോ ദിവസം ഇനി വലിയ വലിയ സ്റ്റാറ്റസുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സുവേന്ദു അധികാരിൻ്റെ. അതായത് ഒരു കാലത്ത് യോഗിയുടെയൊക്കെ സ്റ്റാറ്റസ് ഇടയ്ക്ക് ഇങ്ങനെ വരാറില്ലേ, അതുമാതിരി സുവേന്ദു അധികാരിയുടെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ രീതിയിലുള്ള ആശ്വാസമാണ്. ബംഗാൾ പോലുള്ള തന്ത്രപ്രധാനമായ ഒരു ഏരിയയിൽ BJP ഭരണത്തിലെത്തിയതും അവിടെ സുവേന്ദു അധികാരിയെ പോലെയുള്ള ശക്തനായ ഭരണാധികാരി ഇവിടെ വന്നതും രാജ്യത്തിന് വലിയ രീതിയിലുള്ള സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.